ചിലരെങ്കിലും ചിലയിടങ്ങളിൽ പള്ളിക്ക് അത്ര കാശ് ചെലവാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ഖുർആൻ പള്ളി നിർമ്മാണങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും വൈദി യബ്നി ഇബ്രാഹിം എന്നല്ല ഖുർആൻ പടുത്തുയർത്തിയത്, ഇബ്രാഹിം നബി പടുത്തുയർത്തിയതിന് ഖുർആൻ പറഞ്ഞത് റഫ് എന്ന ധാതുവിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഹൈയസ്റ്റ്, ഏറ്റവും ഉയർന്നത്, സൂപ്പർലെറ്റീവ്, ഏറ്റവും ഉയർന്നത്. മഹത്തുക്കളായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഹിസ്സൻ വ ശറഅൻ, അത് ശറഇൽ എല്ലാ നിലക്കും അതിപവിത്രവും പരിഭാവനവും പരിശുദ്ധവും ആയിരിക്കണം. എപ്പോഴും ഇബാത്തുകൾ ധന്യരാവണം. പോരാ, ഹിസ്സൻ കാഴ്ചയിലും ഏറ്റവും ഹയ്യസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇരിക്കുന്ന കാരണവന്മാർ ഒരു 19 കൊല്ലം മുമ്പ് അവരുടെ കുട്ടിക്കാലങ്ങളിൽ കുറേ ചെറ്റക്കൂരകളായിട്ടില്ലേ അല്ലേ? ചെറ്റക്കൂരകളാണ്. മൺകട്ട കൊണ്ട് തേമ്പി ഉണ്ടാക്കിയ കുടിലുകളൊക്കെയാണ് ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. 50 കൊല്ലം മുമ്പ് ഈ അവസ്ഥയായിരുന്നുവെങ്കിൽ 500 കൊല്ലം മുമ്പുള്ള ദാരിദ്ര്യം എന്തായിരുന്നു? നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു 500 കൊല്ലം മുമ്പും കൂടി ആണെങ്കിലോ എത്രമാത്രം മടുപ്പ് പുകയാത്ത പട്ടിണികളായിരുന്നു, എത്ര ദരിദ്രരായിരുന്നു. അക്കാലത്തുണ്ടാക്കിയ പള്ളികളും നിങ്ങൾ നോക്കുക. കാസർഗോഡ് മാലിക് ദിനാർ പള്ളി, കണ്ണൂർ സിറ്റിയിലെ മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു പരിസരത്തുള്ള പള്ളി, അതുപോലെ പെരിങ്ങത്തൂര് പള്ളി, അതുപോലെ തന്നെ കക്കുളങ്ങര പള്ളി മക്കാമിലെ പള്ളി, അതുപോലെ ധർമ്മടത്തെ പള്ളി, കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ്, പൊന്നാനി വില്ലേജ് ജുമാഅത്ത് പള്ളി, കൊച്ചി ടൗണിലെ ചെമ്പിട്ട പള്ളി, കോഴിക്കോട് മുതലക്കുളം എന്ന് പറയുന്നുണ്ട്. അവിടെ മുതലുണ്ടാകില്ല, കുളവും ഉണ്ടാകില്ല, പേര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നെയ്യപ്പം എന്നറിയലുണ്ട്, നെയ്യില്ലെങ്കിലും അപ്പുണ്ട്. എന്നാൽ കൊച്ചി ചെമ്പിട്ട പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്നും ചെന്ന് നോക്കിയാൽ അത് ഫുൾ കവർ ചെയ്തിരിക്കുന്നത് ചെമ്പിലാണ്. ഞങ്ങളുടെ ഉപ്പാപ്പ സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ മറവിട്ട് കിടക്കുന്ന പള്ളിയാണ് ആ പള്ളി. ആ പള്ളിയുടെ ഒക്കെ മരങ്ങൾ, അതിൻ്റെയൊക്കെ ആർക്കിടെക്ട്, അതിൻ്റെയൊക്കെ ഹൈറ്റ്, അതിൻ്റെയൊക്കെ രൂപങ്ങൾ, ഭാവങ്ങൾ എല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഏത് കാലത്ത് ഉണ്ടാക്കിയതാ? 2025 ഉണ്ടാക്കിയ പള്ളിയല്ല, 2000 ഉണ്ടാക്കിയതല്ല. 50 കൊല്ലം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടും പട്ടിണിയായിരുന്നു എന്ന് പറഞ്ഞു. ഇരിക്കുന്ന കാരണന്മാരൊക്കെയും അതിന് സാക്ഷിയാണ്. 500 കൊല്ലം മുമ്പ് നിർമ്മിച്ച പള്ളിയല്ല, 1000 കൊല്ലം മുമ്പ് നിർമ്മിച്ച പള്ളികൾ. കാസർഗോഡ് മാലിക് ദിനാർ പള്ളി, ഇങ്ങനെ പഴക്കമുള്ള മുഴുവൻ പള്ളികളും ഇങ്ങനെ ചെന്ന് നോക്കുക. അന്ന് ഇന്നത്തെ പോലെ വിദേശികളിൽ നിന്ന് 1 രൂപ കിട്ടുന്നില്ല. ഇവിടെ റബ്ബറിൻ്റെ വരുമാനമില്ല, പ്രവാസികൾ അവിടെ ആരും പോകാറില്ല. ആ പള്ളികളൊക്കെ ചുമരിൻ്റെ തേപ്പ് എങ്ങനെയാണെന്നറിയാം. നമ്മളൊന്നും ചുമര് തേക്കണ മാതിരിയല്ല. നമ്മൾ സിമൻറ്റ്, എംസാൻഡ്, വെള്ളം കൂട്ടിച്ചേർക്കലുള്ളൂ. അവരെന്താണെന്നറിയോ? വെള്ളത്തിന് പകരം ചേർക്കൽ കുമായത്തിൽ നല്ല നാടൻ കോഴിമുട്ടൻ്റെ വെള്ള. എന്തിനാണത്? പണ്ട് കാലങ്ങളൊക്കെ വൈദ്യന്മാർ എല്ല് പൊട്ടിയാൽ കോഴിമുട്ടൻ്റെ വെള്ള, അത് ഉണങ്ങിയത്, അതൊക്കെ ഒട്ടിക്കാൻ നല്ല പവറുകളാണ്, അറിയാലോ. അപ്പോൾ അതിൻ്റെ ഗ്ലൈസിങ്, ആ പഴയ ചുമരുകളുടെ ഒക്കെ ഉറപ്പ്. അപ്പോൾ ഒരു പള്ളിക്കൊക്കെ എത്ര കോഴിമുട്ടൻ്റെ വെള്ള ചേർത്തിട്ടുണ്ടാകും? ഒന്ന് സങ്കല്പിച്ച് നോക്കട്ടെ. അപ്പം അക്കാലത്തവർ അങ്ങനെ നിർമ്മിക്കാൻ കാരണം എന്താണ്? അടുപ്പ് തീരെ പുകയാത്ത കാലം, നിത്യരോഗികൾ നിറഞ്ഞിരിക്കുന്ന കാലം, കട്ടപ്പാടും ദുരിതവും മാത്രമുള്ള കാലം, പ്രവാസ ലോകത്തൊരാളും എത്തിയിട്ടില്ലാത്ത കാലം, ഗൾഫ് കേട്ടിട്ടില്ലാത്ത കാലം, ഗൾഫിന് യാതൊരു വരുമാനവുമില്ലാത്ത കാലം.
നാട്ടിലുള്ള ഉമ്മമാർ കാതിലെയും കഴുത്തിലെയും സ്വർണ്ണാഭരണങ്ങൾ നൽകി. ഉപ്പമാർ അവരുടെ വിയർപ്പ് തുള്ളികൾ ചെലവഴിച്ചു. ഇനി ഇങ്ങനൊരു പള്ളി എവിടെയെങ്കിലും ഉണ്ടാക്കുക, അതും മനസ്സിലാക്കണം. പുരാതന ടൗണുകൾ മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ കോഴിക്കോട് ടൗണ്, ഡൽഹി, ബോംബെ, അങ്ങനെ ചില പുരാതന ടൗണുകളൊക്കെയും പരിശോധിച്ച് നോക്കിയാൽ തൊട്ടടുത്ത് പള്ളി ഉണ്ടാകും. കോഴിക്കോട് ജെഫ്രി ഹൗസിൽ ഒരു പ്രാവശ്യം ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നോടൊരാൾ പറഞ്ഞു, കോഴിക്കോട് ടൗണിൽ കോർപ്പറേഷൻ 100 പള്ളികളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് അത്ഭുതത്തിൻ്റെ നോട്ടം നോക്കി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ നോട്ടം കണ്ട് അദ്ദേഹം, നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു സംശയമുണ്ട്, കാരണം എൻ്റെ നാട് കോഴിക്കോടില്ല തന്നെയാണ്, കോഴിക്കോടിനടുത്തുള്ള കടലുണ്ടിയിലാണ്. എന്താ കോഴിക്കോട് ടൗണിൽ 100 പള്ളി? അപ്പോൾ അദ്ദേഹം എണ്ണിക്കോളി എന്ന് പറഞ്ഞിട്ട് ജിഫ്രി ഹൗസിൻ്റെ ഉള്ളിൽ പള്ളി കാണിച്ചത്. നേരെ പടിഞ്ഞാറേ ചുമരിൽ അപ്പുറത്ത് കുതുബുസ്സമാം മമ്പുറം തങ്ങളുടെ മകളും മരുമകനും മറവിട്ട് കിടക്കുന്ന മക്ബറയും ഒരു പള്ളിയും കാണിച്ചു തന്നു. കിഴക്കേ ചുമരിൽ അവിടുത്തെ ജുമായത്തുള്ളി കാണിച്ചു തന്നു. ഒരു പറമ്പിൻ്റെ 2 അറ്റത്ത് 3 പള്ളികൾ, അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന്, ഈ പറമ്പിലൊന്ന്. വല്ലാതെ അത്ഭുതപ്പെട്ടു. ഹജ്ജിന് പോയവർക്കറിയാം, ഖന്തക്കിൽ കാതറാജൊക്കെ ആദ്യം ഏത് കൊല്ലം പോയതാണ്? ആദ്യം പോയ ഹജ്ജ് 20 കൊല്ലം മുമ്പ്. അന്ന് ആ മസാജ് സഭ ചെറിയ പള്ളിയല്ലേ, ഓർക്കുണ്ടോ? ഇപ്പോൾ പോയ ആൾക്കാർക്കൊക്കെ അറിയാലോ, അതിലൊക്കെ പോയാലൊക്കെ അറിയാലോ. ഇപ്പോൾ ഇത് 15 കൊല്ലമായി. അപ്പോൾ അന്നൊക്കെ 10-20 കൊല്ലം മുമ്പ് പോയാൽക്കറിയാം, 1 ഏക്കറയിലാണ് 7 പള്ളി. ഇപ്പം 7 പള്ളിയും കൂടി ഒന്നാക്കിയാണ്. പേര് മസാജിദു സബ എന്നാ പറയില്ല, 7 പള്ളിന്ന്. മസ്ജിദ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മസ്ജിദ് അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി താലിബ്, മസ്ജിദ് ആയിഷ റളിയല്ലാഹു അൻഹ, മസ്ജിദ് ഫാത്തിമ. ഇങ്ങനെ 7 പള്ളി 1 ഏക്കറയിൽ. ഈ പള്ളിൻ്റെ സ്ഥലത്ത് ഉണ്ടാകും 5 ഏക്കറ. 5 ഇത് 1 ഏക്കറിൻ്റെ ഉള്ളിലാണ്. എത്ര പള്ളി? എത്ര? 4.5. ഇത് 1 ഏക്കറിലാണ് എത്ര പള്ളി? 7 പള്ളി. എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പ് വഴക്കുണ്ടായിട്ടുള്ള പള്ളിയാ? സുന്നിയൊന്ന് വേറെ, മുജാഹിദൊന്ന് വേറെ, ജമാഅത്തൊന്ന് വേറെ, അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയാ? അതൊന്നും അക്കാലത്തില്ല. ഇതിനൊക്കെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ പൂർവികർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കരുത്. ഒരൊറ്റ പ്രായാധിക്യത്തിലെത്തിയാൽ 80, 90, 95 വയസ്സെത്തിയാൽ അവർക്ക് മഹല്ലത്ത് പള്ളിയിലേക്ക് 100 മീറ്ററും 200 മീറ്ററും നടക്കാൻ കഴിയില്ല. അപ്പം വീട്ടുവളപ്പിലൊരു പള്ളി ഉണ്ടായാൽ എന്താണെങ്കിലും വീട്ടിൽ നിന്ന് ആ പള്ളിയിലേക്ക് വേഗം എത്താൻ കഴിയും. ഇപ്പോൾ മഅ്ദിൻ സ്വലാത്ത് നഗറിൽ ആലിയാപ്പുവാജി എന്ന് പറഞ്ഞ മനുഷ്യൻ ഉണ്ടായിരുന്നു. 60 കൊല്ലം ഒരൊറ്റ ജമാഅത്ത് ഒഴിവായിട്ടില്ല. 60 കൊല്ലത്തിന് ഒരൊറ്റ ജമാഅത്ത് ഒഴിവായിട്ടില്ല. ഇപ്പോൾ കുട്ടശ്ശേരി പള്ളിയിൽ മൊല്ലാക്കായിരുന്ന അബ്ദുൽ ലത്തീഫ് ഹദിയുടെ വാപ്പ 65 കൊല്ലത്തോളം ഒറ്റ ജമാഅത്ത് ഒഴിവാകാതെ നിസ്കരിച്ച അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പിടും. ഇപ്പോൾ പറ്റ സുഖമില്ലാതെ കുഴഞ്ഞു കിടക്കുകയാണ്. അബ്ബനി ഷിഫയാക്കണേ അല്ലാ. പിന്നെ എപ്പോഴും എഴുത്തിക്കാഫിരിക്കുക. പിന്നെ വേറെ വലിയൊരു ലക്ഷ്യം കൂടി ഉണ്ട്. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ മിത്ലഹു ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് ആരെങ്കിലും ഒരു ഭവനം പടുത്തുയർത്തിയാൽ അള്ളാഹു തനിക്ക് സ്വർഗത്തിൽ ഭവനം പടുത്തുയർത്തുമെന്നർത്ഥം നിങ്ങൾക്കറിയാം. ആ അർത്ഥത്തിൻ്റെ പുറമെ വേറെ ഒരു അർത്ഥമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നത് 29 ആയിരുന്നു, വരുന്ന വെള്ളിയാഴ്ചയിൽ. പക്ഷേ അന്ന് എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി, ചില സാങ്കേതിക കാരണങ്ങളാൽ. അത് പലർക്കും പലപ്പോഴായിട്ടുണ്ടാകും. അപ്പം മനുഷ്യൻ്റെ തീരുമാനം നടന്നുകൊള്ളുന്നില്ല, അള്ളാൻ്റെ തീരുമാനവും നടക്കാതിരിക്കില്ല, നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുത്തലും മനുഷ്യന് സ്വർഗത്തിൽ ഭവനപ്പെടുത്തിയർത്തി അത് ബ്ലോക്കാർക്കും കഴിയുമോ? മുർത്തദ്ദായി മരിച്ചാൽ ഓനെങ്ങനെ പിന്നെ സ്വർഗത്തിൽ കിടക്കുമോ? അപ്പോൾ സ്വർഗത്തിൽ ഭവനപ്പെടുത്തി ഉയർത്തി എന്ന് പറയുന്ന അർത്ഥം അവൻ മുഅ്മിനായിട്ടേ മരിക്കുള്ളൂ എന്നുള്ള അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു നിർബന്ധമായിരുന്നു. മാത്രമല്ല
ഇന്നും വിദേശികൾക്കൊക്കെ അതൊരു നിർബന്ധമാണ്. നമ്മൾ ആദ്യത്തെ ശമ്പളം കിട്ടിയ യതീഖാനയിലേക്ക്, നമ്മൾ ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ വാപ്പ ഭരിച്ച ഒരു സംഭാവന എന്നാൽ അവർക്ക് വേഗം അവർ ചെയ്യുക. ആദ്യത്തെ ശമ്പളം കിട്ടിയ അതൊരു പള്ളി ഉണ്ടാക്കാൻ 50,000 റുപ്യ. ആ 50,000 രൂപ നമ്മുടെ ഇവിടെ എത്തുമ്പോൾ 10 ലക്ഷം രൂപ ഉണ്ടാകും. അങ്ങനെ ആ ഒരു കൊല്ലത്തിൽ. അപ്പം ആയതുകൊണ്ട് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തെ കാലത്ത് അപേക്ഷിച്ച്, പൂർവികരെ അപേക്ഷിച്ച് പള്ളി ഉണ്ടാക്കുന്നത് കുറഞ്ഞിരിക്കുകയാണ്.